നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 2 മാസത്തിനുള്ളിൽ അത്യാധുനിക സൗകര്യങ്ങളുമായി വന്ദേ മെട്രോ ട്രെയിനുകൾ ട്രാക്കിലിറങ്ങുമെന്ന് റിപ്പോർട്ട്. ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം ഉടനെ നടത്തുമെന്ന് പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി അധികൃതർ അറിയിച്ചു. ജൂൺ അവസാനത്തോടെയോ ജൂലൈ ആദ്യവാരമോ ട്രെയിൻ സർവീസ് ആരംഭിക്കും. 12 കോച്ചുള്ള വന്ദേ മെട്രോ മണിക്കൂറിൽ 110 മുതൽ 130 കിലോമീറ്റർ വരെ വേഗത്തിലാണ് സഞ്ചരിക്കുക. ഓട്ടോമാറ്റിക് വാതിൽ, മൊബൈൽ ഫോൺ ചാർജിംഗ് പോയിന്റുകൾ, കവച് റൂട്ട് ഡിസ്പ്ലേ, CCTV ക്യാമറകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉള്ളവയാണ് വന്ദേ മെട്രോ. വലിയ ചില്ലുകളുള്ള ജനലുകളും ഇതിനുണ്ട്. ഒരു കോച്ചിൽ നിന്ന് മറ്റൊരു കോച്ചിലേക്ക് എളുപ്പം നടന്നു നീങ്ങാൻ കഴിയും. കോച്ചുകൾ മുഴുവൻ AC ആയിരിക്കും. ഒരു ബോഗിയിൽ 100 പേർക്ക് ഇരുന്നും ഇരട്ടിയോളം പേർക്ക് നിന്നും യാത്ര ചെയ്യാനാകും. കൂട്ടയിടി ഒഴിവാക്കാനുള്ള കവച് സംവിധാനം പുതിയ ട്രെയിനിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അത്യാധുനിക ടോയ്ലറ്റ് സംവിധാനങ്ങളും CCTV ക്യാമറകളും വിശാലമായതും കൂടുതൽ പതുപതുത്തതുമായ സീറ്റുകൾ എന്നിവ വന്ദേ മെട്രോയുടെ സൗകര്യങ്ങളാവും. ആദ്യ ട്രെയിൻ ചെന്നൈയിൽ നിന്ന് തിരുപ്പതിയിലേക്കായിരിക്കും സർവീസ് നടത്തുകയെന്നും തുടർന്ന് സർവീസ് നടത്തേണ്ട റൂട്ടുകളെ പറ്റി ധാരണയായിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ റെയിൽവേയുടെ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. 12 കോച്ചുള്ള മെട്രോ ട്രെയിൻ മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റിന്റെയും മെമു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെയും പരിഷ്കരിച്ച ഹൈബ്രിഡ് പതിപ്പായിരിക്കും. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വന്ദേ മെട്രോ പുറത്തിറക്കിയിരിക്കുന്നത്. ഇവയോടൊപ്പം ശുചിമുറികളുള്ള സബർബൻ ട്രെയിനുകളുടെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. ദീർഘദൂര സബർബൻ ട്രെയിനുകളിൽ ശുചിമുറി സൗകര്യമില്ലെന്ന പരാതിക്ക് പരിഹാരമായാണ് ബീച്ച് തിരുവണ്ണാമല ട്രെയിനിൽ ശുചിമുറി സ്ഥാപിക്കാനുള്ള തീരുമാനം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.